പ്രിയരെ 2 ദിവസം മുന്നേ നമ്മളെ തലക്കശ്ശേരിയിൽ നിന്ന് നമ്മുടെ ബഷീർക്ക് വിളിച്ചിട്ടാണ് ഞാൻ കേസിന് നോക്കാൻ പോയത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയൊരു കുളമാണ് ഒരു പറമ്പിലെ. കുളം കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയായി. ആ കുളത്തിന് താഴെ മണ്ണ് കാണുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞി ആൾ ഒളിച്ചിരിപ്പല്ല, ജീവന് വേണ്ടിയിട്ട് പേടിച്ചിരിക്കുക. ഒന്നും കൂടി മണ്ണ് നിറങ്ങിയ അടിയിലേക്ക് പോവുക ആൾ. അതിലേറെ പേടി എനിക്കായിരുന്നു, കാരണം എനിക്ക് നീന്താൻ അറിയില്ല. ഞാനാണെങ്കിൽ ഇതിൽ വെള്ളത്തിൽ വീണ എന്താവും ദൈവത്തിലറിയുള്ളൂ. പക്ഷേ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ആ കുഞ്ഞൻ അവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മോട്ടോർ പുരയിൽ പ്രസവിച്ചതായിരുന്നു. അങ്ങനെ അതിലൊരാൾ അതിനുള്ളിലൂടെ നിരങ്ങി വീണതാണ് സംഭവം. അവിടെ അടുത്ത് പരിസരത്തുള്ള ആളുകൾ അതിനെ കയറ്റാൻ നോക്കി. പക്ഷേ അവരിറങ്ങി ഇങ്ങനെ കുഞ്ഞിനെടുക്കാൻ നോക്കുമ്പോഴത്തേനും അമ്മനായ വന്നിട്ട് അവരെ പേടിപ്പിക്കുകയാണ്, കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ പോകാമെന്ന് കരുതിയിട്ട്. അങ്ങനെ അവിടെ ഉള്ളവർക്ക് ധൈര്യം പോയി. പിന്നെ ഞാൻ വരുമ്പോൾ അമ്മനായനെ കണ്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ നെറ്റ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അടിയിൽ കുറേ ചെടികളും വള്ളികളൊക്കെ കാരണം ആ നെറ്റ് അങ്ങോട്ട് ഇറങ്ങില്ല. കുഞ്ഞിനെ വെള്ളത്തിൽ വീഴാതെ എങ്ങനെയും നോക്കണം എന്ന് വെച്ചിരുന്നു. പക്ഷെ 3 ദിവസമായിരുന്നു അത്ര അത് വീണിട്ട് കിട്ടുക. പാവം, എന്തോ ഭാഗ്യം അവിടെ എവിടെയോ അള്ളിപ്പിടിച്ചിരുന്നു. അങ്ങനെ നെറ്റ് കൊണ്ട് സക്സസ് ആവില്ലെന്ന് കരുതിയപ്പോൾ അത് കയറ്റി രണ്ടാമത് നമ്മൾ കയർ കെട്ടിയിട്ട് ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങി. പടവ് അവിടെ എവിടെയെങ്കിലൊക്കെ ചവിട്ടിയ ഞാൻ നിൽക്കുന്ന മരവും ഉണങ്ങിയതായിരുന്നു. എന്തോ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കതിനെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ കുഞ്ഞു സഹകരിച്ചു കൂട്ടാ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച് പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമോ, അങ്ങനെ അബദ്ധത്തിൽ വീഴുമോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചിട്ട് തന്നെ ആ കയറിൻ്റെ ബലത്തിൽ ഇറങ്ങി. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല, മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, മിണ്ടാപ്രാണികൾ എന്നല്ല, ഏതൊരു ജീവനും വേണ്ടിയിട്ടും നമ്മളാൽ കഴിയുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതി. മനുഷ്യന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് പേർ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അധികം ആരും ഉണ്ടാവില്ല, ചുരുക്കം ചിലരേ ഉണ്ടാവുള്ളൂ. അതിലൊരാളായിട്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നിങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ ഇത് കാണുമ്പോൾ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ഒരു നന്മയുടെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ അവനെന്താ പൊക്കിയെടുത്തു, മേലോട്ട് വെച്ചു. നല്ല ആരോഗ്യമുള്ള കുട്ടിയാട്ടോ, നല്ല പാലൊക്കെ കുടിക്കുന്നുണ്ട്, നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്ന ഏരിയ ആണത്. അങ്ങനെ മേലേക്ക് കയറി. അങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ സേഫായിട്ട് വെച്ച് കൊടുത്തു. അവിടെയാണ് അമ്മനായൊക്കെ പിന്നെ വന്നിരിക്കാറെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ അവിടെ എവിടെയൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ കൊണ്ടാക്കി വെച്ചുകൊടുത്ത്. അപ്പോൾ ആ കുഞ്ഞിന് സന്തോഷമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി, ഇത് കാണുന്ന നിങ്ങൾക്കും സന്തോഷമായി. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ.